ദുരൂഹ സാഹചര്യത്തിൽ വാടനാകുറിശി പൊയിലൂരിൽ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. എസ് നിലയത്തിൽ ജയന്തിയുടെ വീട്ടിലെ തെങ്ങിൻ ചുവട്ടിലാണ് ചൊവ്വാഴ്ച രാവിലെ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഷൊർണൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മരണകാരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽപ്പെട്ട പൊയിലൂർ ALP സ്കൂളിന് സമീപത്തായാണ് സംഭവം. എസ് നിലയത്തിൽ ജയന്തിയുടെ വീട്ടിലെ തെങ്ങിൻ ചുവട്ടിലാണ് ചൊവ്വാഴ്ച രാവിലെയോടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ജയന്തി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മകനും മരുമകളും കഴിഞ്ഞ ദിവസം മരുമകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം വാതിൽ തുറന്ന് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജയന്തി പണവും ടാബ്ലറ്റും കവറുകളും ആദ്യം കാണുകയായിരുന്നു. സംശയം തോന്നിയപ്പോൾ ആദ്യം സമീപവാസികളെ വിവരം അറിയിച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വീട്ടുമുറ്റത്തിനോട് ചേർന്ന തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കാണാനായത്. പരിസരവാസികൾ ഉടൻ വിവരം ഷൊർണൂർ പോലീസിൽ അറിയിച്ചതോടെ SI അശ്വിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. പുരുഷന്റേതാണ് മൃതദേഹം. തിരിച്ചറിയാനാവാത്ത രീതിയിൽ കമിഴ്ന്ന നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഷൊർണൂർ DYSP സജു K എബ്രഹാം, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിജയകുമാർ, ഷൊർണൂർ CI വിഷ്ണു എന്നിവരും വീട്ടിലെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം, ഫിംഗർ പ്രിന്റ് വിഭാഗം എന്നിവയും പരിശോധന നടത്തി. മുറ്റത്ത് കിടന്നിരുന്ന കർച്ചീഫിൽ നിന്നും മണം പിടിച്ച നായ തെങ്ങിൻ ചുവടിന് സമീപവും വീടിനു ചുറ്റും പോയി ഗേറ്റിനെ പുറത്തേക്ക് റോഡ് വഴി അല്പദൂരം ചെന്ന് നിൽക്കുകയായിരുന്നു. അതേസമയം ജയന്തിയുടെ ബന്ധുവായ കൊണ്ടൂർക്കരയിലുള്ള ചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ആളാണോ മരണപ്പെട്ടതെന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ആളെ തിരിച്ചറിയാൻ DNA അടക്കമുള്ള എല്ലാവിധ പരിശോധനയും പോലീസ് നടത്തിവരികയാണ്. CI വിഷ്ണുവിനാണ് അന്വേഷണ ചുമതല. മരണകാരണം ആത്മഹത്യയാണോ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമായി അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനാൽ പോലീസ് എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ്. മരണവിവരം അറിഞ്ഞ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അടക്കമുള്ള ജനപ്രതിനിധികളും പ്രദേശനിവാസികളും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.